സിദ്ധാർത്ഥനെ നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കും. പൂക്കോട് വെറ്റിനറി കോളേജിൽ സഹപാഠികളുടെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി ജീവനൊടുക്കേണ്ടി വന്ന സിദ്ധാർത്ഥൻ അത്ര പെട്ടെന്നൊന്നും നമ്മളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകുന്ന വ്യക്തിയല്ല. കഴിഞ്ഞൊരു ദിവസം മലയാള മനോരമ പത്രത്തിൽ സിദ്ധാർത്ഥൻ്റെ അമ്മ ഇവരുടെ എന്തോ സമുദായ സംഘടനയുടെ യോഗത്തിൽ, അവരുടെ എന്തോ സത്യാഗ്രഹ പരിപാടിയിൽ വളരെ ഖിന്നയായിരിക്കുന്ന ചിത്രം ഞാൻ കണ്ടു. ഒരു ഓൺലൈൻ മീഡിയ മാധ്യമത്തിൽ ഈ അമ്മയുമായി അവർ നടത്തുന്ന അഭിമുഖ സംഭാഷണവും കണ്ടു. അതുകൊണ്ടാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല. ഇതിനു മുമ്പും പല സിദ്ധാർത്ഥന്മാരുണ്ടായിട്ടുണ്ട്. അതിന് ഇത്ര തന്നെ ന്യൂസ് വാല്യൂ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമയമായിരുന്നുകൊണ്ടാണ് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയത്തിലേക്ക് നയിച്ച പല വിഷയങ്ങളിൽ ഒരു വിഷയം ഇതായിട്ട് മാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷവും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇവിടെ പറയാൻ പോകുന്നത് ഈ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി എന്നൊരു സ്ഥലമുണ്ട്. മുളന്തുരുത്തിക്ക് അടുത്ത് ആരക്കുന്നം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പേരുള്ള ടോക്കച്ച് കോളേജ് എന്ന് പറയും. അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുള്ള ഒരു സ്ഥാപനമാണ്. തരക്കേടില്ലാത്ത അധ്യയന നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനവും കൂടിയാണ്. എറണാകുളം ജില്ലയിലെ എണ്ണപ്പെട്ട ഒരു സ്വാശ്രയ സ്വകാര്യ കോളേജാണ്. അവിടെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പേര് ഞാനിവിടെ പറയാത്തത് ആ വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാവും എന്ന കാരണത്താലാണ്. കോളേജിൻ്റെ പേര് പറയാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഈ വിദ്യാർത്ഥി ഓണത്തിന് കോളേജ് അടക്കുന്ന ദിവസം, അടക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ ഓണാഘോഷം കോളേജിൽ പൊടി പൊടിച്ച് നടക്കാൻ അതിനുള്ള ഏർപ്പാടുകൾ നടക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തെ തൊട്ട് സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏതാണ്ട് പൂക്കോട് മാതൃകയുള്ള ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കി. വലിയ മർദ്ദനം ആ ചെറുപ്പക്കാരൻ സഹിക്കേണ്ടതായിട്ട് പോകും. ഇദ്ദേഹത്തെ ഇവർ അതിഭീകരമായി മർദ്ദിച്ചു. മുഖത്തും കവളത്തും കണ്ണിലും ഒക്കെ മർദ്ദിച്ചു. ശരീരം ആസകലം മർദ്ദിച്ചു. 30ഓളം പേർ ചേർന്ന് പൈശാചികമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ അങ്ങനെ വലിയ ആരോഗ്യമുള്ള ആളുമല്ല. ഇടിച്ചവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു താനും. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് 6 മാസം മുമ്പ് ഇവർ തമ്മിൽ വേറെ ഏതോ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ചെറിയ തോതിൽ അടികലശം ഉണ്ടായത്. അന്ന് 3-4 പേരുണ്ടായിരുന്നു. കോളേജ് മാനേജ്മെൻറ്റ് ഇവരുടെ പേരിൽ നടപടിയെടുത്തു. അടി കൊണ്ടവനും അടി കൊടുത്തവനും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും 6 മാസം കഴിഞ്ഞ് ഇവർ ഓണാഘോഷത്തിൻ്റെ തലേ ദിവസമാണ് ഇതിന് കണക്ക് തീർക്കാൻ തീരുമാനിച്ചത്. സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് വളരെ ഭയാനകമായിട്ടും മർദ്ദിച്ചു. ഈ വിദ്യാർത്ഥി ഓണാഘോഷത്തിൽ പങ്കെടുക്കാതെ കിട്ടിയ അടിയും മേടിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴും ഇദ്ദേഹത്തിന് മാതാപിതാക്കളോട് പറയാനുള്ള ധൈര്യം വന്നില്ല. കാരണം അത്ര ഭയങ്കരമായ ഭീഷണി വെല്ലുവിളിയാണ് ഉണ്ടായത്. നീ ഇനി മേലിൽ കോളേജിൽ തല ഉയർത്തി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, നീ തല താഴ്ത്തിയേ നടക്കാവൂ എന്നൊക്കെയാണ് ഇവർ ആക്രോശിച്ചത്. വീട്ടിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അവസാനമായിരിക്കും, നിന്നെ തട്ടിക്കളയും എന്ന് ഭീഷണി കൊടുക്കും. ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു സംഭവമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ. ഈ ചെറുപ്പക്കാരൻ മാനസികമായിട്ട് ആകെ തളർന്നു, ശാരീരികമായിട്ട് വളരെ ക്ഷീണിച്ചു. ഇങ്ങനെ ഒരു സമയത്ത് അത് മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്, പക്ഷേ പുള്ളി പറയുന്നില്ല. അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പരിശോധനയ്ക്കുണ്ട്. ആയുർവേദ ഡോക്ടർ പരിശോധിച്ചപ്പോൾ നല്ലപോലെ ഹേമദണ്ഡം പറ്റിയിട്ടുണ്ട്. ഡോക്ടറോട് ഇദ്ദേഹം മടിച്ചാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ രക്ഷകർത്താക്കളെ അറിയിച്ചു. അപ്പോൾ കോളേജ് ഓണത്തിന് അടച്ചിരിക്കുകയാണ്. കോളേജ് ഓണം കഴിഞ്ഞ് തുറക്കുന്ന ദിവസം മാതാപിതാക്കളും ഒത്ത് വന്ന് ഈ ടോക്കച്ച് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഇവർ പരാതി പറഞ്ഞു. പരാതി എഴുതി കൊടുത്തു, പറയുകയല്ല. പ്രിൻസിപ്പൾ ഉടനെ തന്നെ പരാതി മേടിച്ചു. ഈ റാഗിങ് കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കണമെന്നുണ്ട്. ഇത് പോലീസിൽ അറിയിക്കട്ടെ എന്ന് എഴുതി പച്ചമഷി കൊണ്ട് റാഗിങ് എന്ന് എഴുതിയത് പിന്നെ മാറ്റിയിട്ട് മാൻ ഹാൻഡ്ലിങ് എന്നാക്കി. അപ്പോൾ റാഗിങ് അല്ലാണ്ടായി. മാൻ ഹാൻഡ്ലിങ് എന്ന് വെച്ചാൽ ദേവോദരം ഏൽപ്പിക്കൽ എന്നാണ് അർത്ഥം. എന്നെഴുതി കോളേജിനകത്ത് തന്നെ പിന്നെ ആൻറ്റി റാഗിങ് സ്ക്വാഡുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള മറ്റേ കമ്മിറ്റിയുണ്ട്, പല കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ ഈ വക കമ്മിറ്റിയൊന്നും ഇല്ലാതെ കോളേജ് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രമല്ല, സാധാരണ കോളേജുകളിൽ പോലും ഉണ്ട്. ആലുവ UC കോളേജിൽ വരെയുണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഈ വിദ്യാർത്ഥി വിചാരിച്ച് ഇപ്പോൾ കോളേജ് ഈ കുറ്റക്കാരായ വിദ്യാർത്ഥികളെയൊക്കെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് അന്വേഷണത്തിൽ ഇവരൊക്കെ കോളേജിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യും എന്നാണ്. പക്ഷേ കോളേജിൽ നിന്ന് പിന്നീട് ഇദ്ദേഹത്തിന് യാതൊരു അറിയിപ്പും കിട്ടിയില്ല. കോളേജ് പ്രിൻസിപ്പൽ നിയോഗിച്ച ഒരു കമ്മിറ്റി ഇതേക്കുറിച്ച് കൂലങ്കഷമായി പഠനം നടത്തി.
അവരെന്ത് ചോദിച്ചാൽ ഈ വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിച്ചു, മോനെ നീ അവനെ തല്ലുകണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, അയ്യോ പൊന്നു സാറ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, എൻ്റെ വീട് ഈ പഞ്ചായത്തിൽ പോലുമല്ല എന്ന രീതിയിലുള്ള മൊഴി കൊടുത്തു. അങ്ങനെയല്ലേ കൊടുക്കുള്ളൂ. അങ്ങനെ മർദ്ദകർ എന്ന് പറയുന്ന എല്ലാ വിദ്യാർത്ഥികളും നിഷ്കളങ്കരാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അവസാനം ജൂനിയർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് അവരിങ്ങനെ മൊഴി കൊടുപ്പിച്ചു. ഞാനും ഇവനും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഞാൻ പുള്ളിക്കിട്ട് 2 കൊടുത്തു, പുള്ളി എനിക്കിട്ടും തന്നു. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ മേൽ പരിക്ക് പറ്റിയെന്ന് പറയുന്നത് എൻ്റെ ഇടി കൊണ്ടിട്ടാണ്. ജൂനിയർ വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥി ഇടിച്ചാൽ റാഗിങ്ങിൻ്റെ പരിധിയിൽ വരികയില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. പക്ഷേ പരാതിക്കാരനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്ക് നോട്ടീസ് കൊടുക്കാതിരിക്കാൻ കോളേജ് മാനേജ്മെൻറ്റും മഹതിയായ പ്രിൻസിപ്പളും, ആ പ്രിൻസിപ്പളിൻ്റെ ഒരു പടം നമ്മളെല്ലാവരും വീട്ടിൽ ചില്ലിട്ട് വെച്ച് പൂജിക്കേണ്ടതാണ്. ഇത്രയും മിടുക്കിയായ, ഇത്രയും പ്രഗത്ഭയായ, ഇത്രയും പ്രതിജ്ഞാബദ്ധതയുള്ള ഒരു പ്രിൻസിപ്പളിനെ കിട്ടുക എന്ന് വെച്ചാൽ അത് കോളേജിൻ്റെ മാത്രമല്ല, വിദ്യാർത്ഥി ലോകത്തിൻ്റെ മുഴുവനും ഭാഗ്യമാണ് എന്ന് വിചാരിക്കുന്ന ആളെയാണ്. ഏതായാലും ആ പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടി. അപ്പോൾ റിപ്പോർട്ടിൽ വിദ്യാർത്ഥി, ഈ പരാതിക്കാരൻ കുറ്റക്കാരനും, മർദ്ദിച്ചവർ യോഗ്യന്മാരും പുണ്യവാളന്മാരും മാർപ്പാപ്പയുടെ അടുത്ത വരവിന് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെടാൻ സർവ്വതാ യോഗ്യന്മാരുമായിട്ട് കണ്ടെത്തി. എന്നാൽ ഈ വിവരം വിദ്യാർത്ഥി അറിയിച്ചു. പരാതിക്കാരനല്ലേ റിപ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കണ്ടേ? അതും ചെയ്തില്ല. ഇതിൻ്റെ ഒരു കോപ്പി അപ്പോൾ വിദ്യാർത്ഥി അപ്പോൾ തന്നെ UGCയുടെ റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയുണ്ട്. നിരവധി കമ്മിറ്റികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലൊന്ന് UGCയുടെയാണ്. UGCയുടെ സെല്ലിൽ വിവരം അറിയിച്ചു. അവരുടെ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടായി, നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന്. ഉടനെ തന്നെ മഹതിയായ പ്രിൻസിപ്പൽ ഈ റിപ്പോർട്ട് ഡൽഹിക്ക് അയച്ചു. ഡൽഹിക്കാരെന്ന് ചോദിച്ചാൽ ഇത് നോക്കി കിട്ടിയപ്പോൾ ഇങ്ങനൊരു രസകരമായ റിപ്പോർട്ടുകൾ കിട്ടിയത്. അവരിത് വിദ്യാർത്ഥിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് വിദ്യാർത്ഥി വിവരം അറിയുന്നത്. ഈ തല്ലുകൊണ്ട വിദ്യാർത്ഥി അറിയുന്നത് ഇര എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ അതിജീവിതൻ ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് അയച്ചു കൊടുത്തത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോൾ വിദ്യാർത്ഥിക്ക് മനസ്സിലായി സംഗതി കുഴപ്പമായിരുന്നുള്ളത്. ഉടനെ തന്നെ പുള്ളി ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലാണ് കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സർവകലാശാലയുടെ പേര് അതും ഭയങ്കര രസമാണ്, APJ അബ്ദുൽ കലാം എൻ്റെ പേരായിട്ടേക്കുന്നത്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അതിന് KTU എന്ന് പറയും ചുരുക്കത്തിൽ, കേരള കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഈ കലാമിൻ്റെ പേരിട്ടാണ് അതിൽ ഏറ്റവും ഭയങ്കരം ഇല്ലേ. പണ്ട് ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോൾ നിയമസഭാ ചർച്ചയിൽ അന്നത്തെ MLA ആയിരുന്ന KR ചന്ദ്രമോഹൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വിദേശ മദ്യത്തിൻ്റെ കുപ്പിയിൽ പട്ടച്ചാരായം നിറയ്ക്കുന്ന പോലെയാണ് കോട്ടയം സർവകലാശാലയ്ക്ക് ഗാന്ധിയുടെ പേരിട്ടുള്ളത് എന്നാണ്. സത്യം പറഞ്ഞാൽ അത് കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്കാണ്. മഹാനായ അബ്ദുൽ കലാമിൻ്റെ പേരിട്ടിട്ട് നടത്തുന്ന ഈ സ്ഥാപനത്തിൽ അവിടെ ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വൈസ് ചാൻസലർക്ക് അപ്പീൽ കൊടുക്കാം. UGC റെഗുലേഷൻ പ്രകാരം വൈസ് ചാൻസലർക്ക് അപ്പീൽ കൊടുക്കാൻ വ്യവസ്ഥയുണ്ട്. വിദ്യാർത്ഥി ഉടനെ തന്നെ മധുരമനോഹരമായ ഒരു അപ്പീൽ തയ്യാറാക്കി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് കൊടുത്തു. വൈസ് ചാൻസലർ അത് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റേതായ അന്വേഷണം നടത്തിയോ, അദ്ദേഹം ഇനി അത് ചുരുട്ടിക്കൂട്ടി കൊട്ടയിലിട്ടു. ഇതിലെന്തെങ്കിലും നടപടി എടുത്തായിട്ട് ഇന്ന ദിവസം വരെ വിദ്യാർത്ഥി അറിയിച്ചിട്ടില്ല, അതിജീവിതനെ അറിയിച്ചിട്ടില്ല. അദ്ദേഹം അത് സ്വയമായിട്ട് പരിശോധിച്ചോ തീരുമാനം എടുത്തോന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ഈ കോളേജിൽ ഇനി തുടർന്ന് പഠിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ തരണം എന്ന് ഒരപേക്ഷ കൊടുത്തു. അത് രജിസ്ട്രാറുടെ അടുത്ത് കൊടുത്തത്. ഈ രജിസ്ട്രാർ ഒരു യോഗ്യനാണ്. പക്ഷേ രജിസ്ട്രാർ അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് ഡീനാണ്, അക്കാഡമിക് ഡീൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. രജിസ്ട്രാർ യോഗ്യനാണെങ്കിലും അക്കാഡമിക് ഡീൻ ഉണ്ടല്ലോ ഒരു എരപ്പാളിയാണ്. എരപ്പാളി എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ വിജയരാഘവൻ്റെ ഭാഷ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എരപ്പാളിയാണ്, വെറും എരപ്പാളിയല്ല. അദ്ദേഹം ഈ പരാതിയിൽ എന്താ പറഞ്ഞേക്കണമെന്ന് നോക്കാതെ ഏത് സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി ഒരു ട്രാൻസ്ഫർ അപേക്ഷിച്ചതെന്ന് നോക്കണ്ടേ. അത് നോക്കാതെ സാങ്കേതികമായിട്ട് ഈ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ ആ അപേക്ഷ തള്ളിക്കളഞ്ഞു. അങ്ങനെ വിദ്യാർത്ഥിക്ക് പഠനം തുടരാനേ പറ്റാത്ത സാഹചര്യം. ഒന്നുകിൽ ആരക്കുന്നത്ത് പോയിട്ട് ഇനി സീനിയർ വിദ്യാർത്ഥികളുടെ ഇടികൊള്ളണം, ഈ മനുഷ്യത്വമില്ലാത്ത കണ്ണി ചോരയില്ലാത്ത പ്രിൻസിപ്പളുടെ മറ്റ് അധ്യാപകരുടെയും കീഴിൽ പഠനം തുടരണം, അല്ലെങ്കിൽ ഈ പഠനം അവസാനിപ്പിക്കണം. ഏതായാലും വിദ്യാർത്ഥി രണ്ടാമത്തെ തീരുമാനം കൈക്കൊണ്ടു. ഇനിയിപ്പോൾ എഞ്ചിനീയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ തിരിച്ചു കിട്ടി. സിദ്ധാർത്ഥൻ്റെ അമ്മയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ അമ്മ ഭാഗ്യവതിയാണ്. കാരണം സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കി, ഈ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയില്ല. അതുകൊണ്ട് മകനെ തിരിച്ചു കിട്ടി എന്നൊരു സമാധാനം മാത്രമേ അമ്മയ്ക്കുള്ളൂ, അച്ഛനുള്ളൂ. അമ്മയ്ക്ക് അച്ഛനോട് ഏക മകനാണ്. മാത്രമല്ല ഈ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കാലത്ത് അത് ഈ നാട് നടക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ,
പണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട കട്ടൻ ചായ പരിപ്പോടെ കാലത്തെ ഒരു മാർക്സിസ്റ്റ് നേതാവിൻ്റെ മകളും കൂടിയാണ് ഈ കുട്ടിയുടെ അമ്മ. ഏതായാലും അദ്ദേഹം ചെയ്ത പുണ്യം കൊണ്ടായിരിക്കണം മകനെ ജീവനോടെ തിരിച്ചു കിട്ടി. ആരക്കുന്നത്ത് പോയി ഇനിയും ഇടികൊണ്ട് ചാകാതിരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ഈ രജിസ്ട്രാർക്കും അല്ല അക്കാഡമിക് ഡിഗ്രി വെളിവിലെങ്കിലും വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് വിവേകമുള്ളതുകൊണ്ട് മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? പോലീസിൽ പരാതിപ്പെട്ടു. പോലീസിൽ ഗജഗംഭീരമായ ഒരു പരാതി കൊടുത്തു. കംപ്ലീറ്റ് കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ കോളേജിൽ കൊടുത്തതിൻ്റെ അടുത്ത ദിവസം പരാതി കൊടുത്തു. എന്ന് മാത്രമല്ല, വാർത്ത ഏഷ്യാനെറ്റിൽ വന്നു, മാതൃഭൂമി ന്യൂസ് ചാനലിൽ വന്നു, മാതൃഭൂമി പത്രത്തിൽ വന്നു, മംഗളത്തിൽ വന്നു, മറ്റ് മാധ്യമങ്ങളിലും മറുനാടൻ മലയാളിയിൽ വരെ വന്നു. അപ്പോൾ ഒരു സെൻസേഷണൽ കേസല്ലേ. പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യണ്ടേ? അതുപോലും ചെയ്തില്ല. ഈ കോളേജ് അധികാരികളുടെ റാഗിങ് കേസ് മൂടി വച്ചാൽ കോളേജ് പ്രിൻസിപ്പളിനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാണ് റാഗിങ് നിരോധന നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മുളന്തുരുത്തി സ്റ്റേഷനിലെ സർക്കിൾ അദ്ദേഹത്തിന് ഈ വിവരം അറിയില്ല. പുള്ളിയുടെ വിചാരം കോളേജ് മാനേജ്മെൻറ്റ് അന്വേഷണം നടത്തി റാഗിങ് ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ റാഗിങ് നിരോധന നിയമം നിലനിൽക്കില്ല എന്നാണ്. അതുകൊണ്ട് കോളേജിൻ്റെ റിപ്പോർട്ട് വരാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. പരാതി കൊട്ടയിലിടുകയാണോ ചെയ്താൽ അതിൻ്റെ പുറത്ത് പേപ്പർ വെയിറ്റ് കയറ്റി വയ്ക്കുകയാണോ ചെയ്തെന്നറിയില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞ് ആഴ്ചകൾ പലതായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു അനക്കവുമില്ല. വിളിച്ചു ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നത് ഇതിൽ കേസെടുക്കാൻ ഞങ്ങൾ ആലോചിക്കട്ടെ, നോക്കട്ടെ, പിടിക്കട്ടെ, കാണട്ടെ എന്നാണ്. അങ്ങനെ വന്നപ്പോൾ ഈ വിദ്യാർത്ഥി ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നല്ലൊരു പരാതി നമ്മുടെ ജില്ലാ പോലീസ് മേധാവി കൊടുത്തു. ജില്ലാ പോലീസ് മേധാവി IPS കാരനാണ്. അദ്ദേഹം അതിൻ്റെ അകത്ത് വല്ല നടപടി എടുത്തുമെന്ന് അറിയില്ല. ഏതായാലും അത് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ വിളിപ്പിച്ചു, മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആ സമയത്ത് സർക്കിൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അവിടെ മിടുമിടുക്കിയായ ഈ പ്രിൻസിപ്പളിന് പഠിക്കാവുന്ന ഒരു സബ് ഇൻസ്പെക്ടറുണ്ട്, വനിതാ സബ് ഇൻസ്പെക്ടറാണ്. വനിതാ സബ് ഇൻസ്പെക്ടർ അവിടുത്തെ ഗ്രേഡ് SIയും ചേർത്ത് ഈ പ്രതികളായ ആളുകളും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. പ്രതികളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന, പ്രതികളെന്ന് പരാതിയിൽ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഈ വിദ്യാർത്ഥിയെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും അതിഭയങ്കരമായിട്ട് റാഗി, ഇവരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും, പുലഭ്യം പറഞ്ഞില്ല, അതൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്തു, തല്ലും കൊടുത്തില്ല. അവസാനം ഈ വിദ്യാർത്ഥിയുടെ അമ്മ സഹി കെട്ടി ചോദിച്ചു, ഞങ്ങളിനി എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഈ മഹതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞറിയാമോ? നമ്മുടെ പ്രിൻസിപ്പൽ SI, നിങ്ങൾ പോയി തൂങ്ങിച്ചാവും എന്നാണ് പറഞ്ഞത്. അതാണ് മുളന്തുരുത്തിയിലെ ജനകീയ പോലീസ് അഥവാ ജനമൈത്രി പോലീസ്. അന്നും ഇവർ ഭാഗ്യത്തിന് ജീവൻ ഒടുക്കിയില്ല. വേണമെങ്കിൽ ആത്മഹത്യയായിരുന്നു. മാതാപിതാക്കളും വിദ്യാർത്ഥിയും കൂടി ആത്മഹത്യ ചെയ്തെങ്കിൽ SFIക്കാരും KSUക്കാരും ചേർന്ന് ടോക്കച്ച് കോളേജ് തല്ലിപ്പൊളിച്ചാൽ. അവർ വലിയ ജാഥ നടത്തിയാണ്. സഖാവ് ആർഷോയുടെ നേതൃത്വത്തിൽ SFIക്കാർ ആദ്യം വന്ന് കോളേജ് അടിച്ചു പൊളിക്കും, പുറകെ നമ്മുടെ KSUക്കാരും വന്ന് പൊളിക്കും. പക്ഷേ ഇവരപ്പോഴും ആത്മഹത്യ ചെയ്തില്ല. അതുകൊണ്ട് ഈ കഥ പറയാൻ ഞാനും ഇത് കേൾക്കാൻ അവരും ബാക്കി, അല്ലാതെങ്കിൽ പണ്ടേ കഴിഞ്ഞു പോയത്. ഏതായാലും അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇത്രയും ഈ വിദ്യാർത്ഥി അവിടെ കൂടെ നിർത്തിയില്ല. നിർത്തിയെങ്കിൽ വേറെ രീതിയിലായി പോയത്. അദ്ദേഹം ഈ വിവരം കാണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയും കൂടി കാണിച്ച് ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ കയ്യിലൊന്നും കിട്ടിക്കാണില്ല, അതിൻ്റെ താഴെ ഇരിക്കുന്ന ആരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ആ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എന്താ അറിയോ, ഞാനും കുടുംബാംഗങ്ങളും ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ടോക്കച്ച് കോളേജ് അധികൃതർക്കും മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ യാമാനന്മാർക്കുമായിരിക്കും എന്ന്. ഈ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആർക്കും വെളിവുണ്ടായി. അത് പുത്തൻകുരിശി DYSPക്ക് അയച്ചു. DYSP ആദ്യം പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. ഈ വിദ്യാർത്ഥിയെ വിളിച്ച് മൊഴിയെടുത്തു. എന്ന് മാത്രമല്ല മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇത് FIR ഇടണം അല്ലെങ്കിൽ പണി വാളും. അങ്ങനെ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി അവർ എത്രയോ മാസങ്ങൾക്ക് ശേഷം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് എഴുതി രജിസ്റ്ററാക്കി. പോലീസ് തകൃതിയായിട്ട് അന്വേഷണം നടത്താൻ ആലോചിച്ചു എന്ന് മാത്രമല്ല, അന്വേഷണ ചുമതല നമ്മുടെ നേരത്തെ പറഞ്ഞ കർത്തവ്യ വ്യഗ്രയായ പ്രിൻസിപ്പൽ SIയെ തന്നെ ഏൽപ്പിച്ചു. നിങ്ങൾ പോയി തൂങ്ങിച്ചാവാൻ പറഞ്ഞ അതേ SIയെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു. പക്ഷേ SI അദ്ദേഹം 2 ദിവസം അന്വേഷിച്ചപ്പോഴത്തേക്ക് മോളിൽ നിന്ന് വിളി വന്നു, കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്നാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഭാവനയ്ക്കും യുക്തിക്കും വിടുന്നു ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ ഈ അമ്മയുടെ ഭാഗ്യത്തിൽ സന്തോഷിക്കണം. മകൻ എഞ്ചിനീയർ ആയില്ല എന്ന് മാത്രമുള്ളൂ, എങ്കിലും മകന് ജീവനോടെ തിരിച്ചു കിട്ടി എന്ന ചെറിയ സന്തോഷത്തിലാണ്
ആ കുടുംബം. ഇതുപോലെയുള്ള സംഭവങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ നടക്കേണ്ടി. ഇവിടെ SFI ഉണ്ട്, KSU ഉണ്ട്, AISF ഉണ്ട്, ABVP ഉണ്ട്, MSF ഉണ്ട്, 100,000 സംഘടനകളുണ്ട്. ഇതുപോലെയുള്ള ഗുണ്ടായുസമാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. മനോരമയ്ക്കും മറ്റുമൊക്കെ താല്പര്യമില്ലാതെ പോയത് ഇതിൽ SFIക്കാരും പ്രതികളായിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ തന്നെ പഴയ ഒരു മാർക്സിസ്റ്റ് നേതാവിൻ്റെ മകളുടെ മകനായതുകൊണ്ടായിരിക്കും. ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾ അത് നടത്തുന്ന വിദ്യാർത്ഥികളെയല്ല, ഇതിനൊക്കെ വളം വച്ചു കൊടുക്കുന്ന കോളേജ് മാനേജ്മെൻറ്റിന്, മാനേജറെയും പ്രിൻസിപ്പളിനെയും അതുപോലെ അവിടുത്തെ ധിഷണാശാലികളായ അധ്യാപക പുങ്കവന്മാരെയും ഒരു പരാതി ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് പേപ്പർ കയറ്റി വെക്കുന്ന ഈ മുളന്തുരുത്തി പോലെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഗംഭീരന്മാരെയുമാണ്, അവരോടാണ് നമുക്ക് നമോഭാഗം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കാര്യങ്ങളും ടെക്നിക്കലായിട്ട് കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡീനിനെ പോലെയുള്ള പുങ്കവന്മാരെയുമാണ് നമ്മൾ പൂവിട്ട് തൊഴുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ വിദൂര നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.